ഇന്ന് കേരളം മുഴുവൻ കാത്തിരുന്നത് എന്തായിരിക്കും ഷാരൂൺ രാജ് വധക്കേസിൽ കൊലക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വിധിക്കാൻ പോകുന്ന ശിക്ഷ എന്നതാണ്. പരമാവധി ശിക്ഷയായ തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ് കോടതി. ആ വാർത്തയിലേക്കും റിപ്പോർട്ടിലേക്കുമാണ് പൊതുജനം കഴുതിയല്ല സർ എന്ന ഈ പരിപാടി ഇനി കടക്കാൻ പോകുന്നത്. ഇതോടൊപ്പം തന്നെ സ്വാഭാവികമായി രാജ്യമെമ്പാടും ഉയർന്നു വന്ന ചർച്ചയായിരുന്നു വധശിക്ഷ നടപ്പാക്കപ്പെടേണ്ടതുണ്ടോ, അത് പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണോ, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് വധശിക്ഷ വിധിക്കാൻ അനുയോജ്യമായിട്ടുള്ളത് എന്ന് തുടങ്ങിയിട്ടുള്ള സംവാദങ്ങൾ രാജ്യത്തുടനീളം നടക്കുമ്പോഴാണ് കേരളത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൽ ഇതിന്റെ കാരണങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ജഡ്ജി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. കേരളത്തിൽ വധശിക്ഷ വിധിക്കപ്പെട്ട സ്ത്രീകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി മാറുകയാണ് ഗ്രീഷ്മ എന്ന ഈ കേസിലെ ഒന്നാം പ്രതി. പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. തെളിവ് നശിപ്പിച്ചതിന് അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവും കോടതി വിധിച്ചിട്ടുണ്ട്. സ്നേഹം പുരട്ടിയ വാക്കുകളിൽ ഗ്രീഷ്മ വിഷം ഒളിപ്പിച്ചിരുന്നതായും വിധിയിൽ പരാമർശമുണ്ട്. കണ്ണീരോടെ തൊഴുത് നന്ദി പറഞ്ഞാണ് കുടുംബം കോടതി വിധിയിൽ സന്തോഷം രേഖപ്പെടുത്തിയത്. പ്രണയത്തിനു വേണ്ടി രക്തസാക്ഷിയായവന് ഒടുവിൽ നീതി. ആദ്യ അവസാനം പോലീസും പ്രോസിക്യൂഷനും പുലർത്തിയ ജാഗ്രതയാണ് കേസിൽ ചരിത്ര വിധി പ്രസ്താവത്തിലേക്ക് നയിച്ചത്. ഗ്രീഷ്മ ഷാരോണിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയെന്ന് കണ്ടെത്തിയാണ് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. വിധിന്യായത്തിൽ ക്രൂര കൊലപാതകത്തെക്കുറിച്ച് കോടതി അക്കമിട്ട് പറഞ്ഞു. ഗ്രീഷ്മയ്ക്കും ഷാരോണിനും ഒരേ പ്രായമാണെന്നും പ്രായത്തിന്റെ ഇളവ് ഗ്രീഷ്മയ്ക്ക് നൽകാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. പ്രണയത്തിന്റെ അടിമയായി മാറിയ ഷാരോണിനെ പ്രകോപനമില്ലാതെയാണ് ഗ്രീഷ്മ കൊന്നത്. ഗാഢമായ സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചു. കുറ്റം ചെയ്തിട്ടും അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള ഗ്രീഷ്മയുടെ കൗശലം വിജയിച്ചില്ല. മുമ്പ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ലെന്ന ഗ്രീഷ്മയുടെ വാദവും കോടതി തള്ളി. ആദ്യം ജ്യൂസ് ചലഞ്ചിലൂടെ ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ചു. അതിനുശേഷം കൊലപാതകവും നടത്തി. ജ്യൂസ് ചലഞ്ച് ദിവസം പാരസെറ്റമോൾ എങ്ങനെ വിഷമായി ഉപയോഗിക്കാമെന്ന് ഗ്രീഷ്മ 23 പ്രാവശ്യം ഗൂഗിളിൽ തിരഞ്ഞു. ജീവപര്യന്തം ശിക്ഷ നൽകാവുന്ന കുറ്റം ചെയ്ത പ്രതി നേരത്തെ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. സ്ലോ പോയിസണിംഗ് ആണ് ഗ്രീഷ്മ ലക്ഷ്യം വച്ചതെന്നും കോടതി കണ്ടെത്തി. കേസിനിടെ ഗ്രീഷ്മ ജയിലിൽ നടത്തിയത് വ്യാജ ആത്മഹത്യാ ശ്രമമാണെന്നും കേസ് വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണെന്നും നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീർ നിരീക്ഷിച്ചു. ഷാരോണിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ. എൻ്റെ പ്രോസിക്യൂഷൻ ഔദ്യോഗിക ജീവിതത്തിന് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കേസായിരുന്നു. വളരെ സന്തോഷമുണ്ട് ഈ ഷാരോൺ രാജിന്റെ കുടുംബത്തിന് ഒരു നീതി കിട്ടി എന്നുള്ളത്. അതിസമർത്ഥമായി കേസ് അന്വേഷിച്ചുവെന്ന് പോലീസിനെ കോടതി അഭിനന്ദിച്ചു. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കോടതി നമുക്ക് നല്ലൊരു ജഡ്ജ്മെന്റ് തന്നിട്ടുണ്ടെന്ന്. കോടതിയുടെ ഉത്തരവ് നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. ഇത് നമ്മൾ ഇൻവെസ്റ്റിഗേഷന് ജയമാണ്, പ്രോസിക്യൂഷന് ജയമാണ്. തെളിവ് നശിപ്പിച്ചതിന് കേസിലെ 3-ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവും കോടതി വിധിച്ചു. കേസിലെ 2-ാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു. ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് നിറകണ്ണുകളോടെയാണ് ഷാരോൺ രാജിന്റെ കുടുംബം കേട്ടത്. കോടതിക്ക് മുൻപിൽ കണ്ണീരോടെ തൊഴുത് നന്ദി പറഞ്ഞാണ് കുടുംബം സന്തോഷം രേഖപ്പെടുത്തിയത്. ദൈവത്തിന്റെ രൂപത്തിൽ നീതിമാനായ ജഡ്ജി ഇറങ്ങി വന്നെന്നായിരുന്നു ഷാരോണിന്റെ മാതാവ് പ്രിയയുടെ പ്രതികരണം. നീതിമാനായ ജഡ്ജിയിൽ ഇറങ്ങി വന്നു. വളരെ തൃപ്തികരമാണ്. നീതിമാനായ ജഡ്ജിക്ക് 1000 നന്ദി. തുടക്കത്തിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അന്വേഷണ സംഘം ഏറ്റവും നന്നായി കേസ് അന്വേഷിച്ചെന്ന് സഹോദരൻ ഷിമോൻ. വിധിയിലെ തൃപ്തി ഒറ്റ വരിയിലൊതുക്കി പിതാവ് ജയരാജ്. മേഘങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന ദൈവം കേസിലെ തെളിവുകൾ കാത്തു. കുറ്റകൃത്യം രഹസ്യമാണെന്ന് കരുതി ശിക്ഷ ഉണ്ടാകില്ലെന്ന് കരുതരുത്. ചരിത്രവിധി പ്രസ്താവം കോടതി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. കാത്തിരുന്ന് നീതി കിട്ടിയതോടെ 2 വർഷം നീണ്ട നിയമപോരാട്ടം കുടുംബവും അവസാനിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ വളരെ അപൂർവമായി മാത്രമാണ് സ്ത്രീകൾക്ക് വധശിക്ഷ വിധിക്കാറുള്ളത്. നിലവിൽ ഇപ്പോൾ ഒരു സ്ത്രീ മാത്രമാണ് കേരളത്തിലെ ജയിലുകളിൽ വധശിക്ഷ കാത്തു കിടക്കുന്നത്. വിഴിഞ്ഞം മുല്ലൂരിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ശാന്തകുമാരി എന്ന സ്ത്രീയെ സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടി കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയായ റഫീഖ ബീവിയാണ് കേരളത്തിൽ ഇപ്പോൾ വധശിക്ഷ കാത്തു കിടക്കുന്നത്. നമുക്കറിയാം, ഈ വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നത് നെയ്യാറ്റിങ്കര സെഷൻസ് കോടതി ജഡ്ജി AM ബഷീറാണ്. ഗ്രീഷ്മയ്ക്കുള്ള പരമാവധി ശിക്ഷ നൽകുന്ന ഒരു വിധിന്യായം പുറപ്പെടുവിച്ചത്. അദ്ദേഹത്തിന്റെ വിധിന്യായത്തിലൂടെ വധശിക്ഷയിലേക്ക്
ജയിലിലേക്ക് പോകുന്ന 4ാമത്തെ വ്യക്തിയാണ് ഗ്രീഷ്മ. ഏതായാലും ഗ്രീഷ്മയുടെ വധശിക്ഷ കേരളത്തിൽ വീണ്ടും മറ്റൊരു സംവാദത്തിന് വേണ്ടി വഴി തുറന്നിരിക്കുകയാണ്. വധശിക്ഷ എന്നത് പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണോ, ഗ്രീഷ്മ വധശിക്ഷ അർഹിക്കുന്ന കുറ്റമാണോ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും കാണും. ദേശീയ തലത്തിൽ തന്നെ വധശിക്ഷ എന്നത് നമ്മുടെ ഈ ആധുനിക കാലത്തെ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച ഒരു ശിക്ഷാ നടപടിയാണോ എന്നതിൽ വലിയ ചർച്ചകളും സംവാദങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ നടന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു കേസിൽ ഇതിലെ 1ാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടതോടുകൂടി വീണ്ടും ഒരിക്കൽ കൂടി ആ ചർച്ചകൾ സജീവമാവുകയാണ്. അതുകൊണ്ട് തന്നെ പൊതുജനം കഴുതിയല്ല സാർ എന്ന ഈ പരിപാടി ഇനി കടക്കാൻ പോകുന്നത് ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്കാണ്. വധശിക്ഷ അർഹിച്ചിരുന്നോ ഗ്രീഷ്മ? എന്താണ് പൊതുജനത്തിന് പറയാനുള്ളത്? കേൾക്കും. അത് ഓഫ് കോഴ്സ് ഉചിതമായിട്ട് തോന്നി. പർപ്പസ്ഫുള്ളി ചെയ്തല്ലേ, അപ്പോൾ പിന്നെ അത് കറക്റ്റ് ഉചിതമായി തോന്നുന്നത്. കറക്റ്റ്, അത് എല്ലാവർക്കും ഒരേപോലെ നീതി കിട്ടണം. അതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം പറയും അല്ല, നല്ലതാണ്. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ ഇതുപോലെ പലതും ചെയ്യാൻ അവർക്കൊരു പ്രേരിപ്പിക്കും. അവരെന്തായാലും കയറിയാൽ തന്നെ ഇറങ്ങി വരുമെന്ന് തോന്നുന്നുള്ള അവർക്കൊരു കാഴ്ചപ്പാട് അവർക്കുണ്ട്. അപ്പോൾ അത് എന്തായാലും നികത്തി എന്തായാലും നല്ല തീരുമാനമാണ്. ഇപ്പോഴത്തെ നല്ലൊരു തീരുമാനമാണ്. ആൺ പെണ്ണ് വ്യത്യാസമില്ലാതെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. 38 വയസ്സ് കഴിഞ്ഞിട്ട് ജീവിച്ചോളാന്ന് പറഞ്ഞാൽ ഒരു അഹങ്കാരം ഉണ്ടായിരുന്ന പെണ്ണിന് അത് കുറഞ്ഞു കിട്ടി. എന്താ, ഒരാളെ കൊല്ലാന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. സ്നേഹിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണോ ചെയ്യണ്ടേ? അപ്പോൾ നല്ല തീരുമാനം. ഒരാളെ അതായത് ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരാളെ ഇങ്ങനെ ഇത്രയും ക്രൂരമായിട്ട് കൊല്ലാന്ന് പറയുമ്പോൾ അത് അർഹിക്കുന്ന ശിക്ഷ തന്നെയായിട്ടാണ് തോന്നണം. എല്ലാവർക്കും ഒരു പാഠമായിക്കോട്ടെ ഇങ്ങനത്തെ ശിക്ഷകൾ. ഇനിയും ഇത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമം വരുമ്പോൾ ഇതുപോലുള്ള ക്രൈംസ് കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ അല്ലേ? തീർച്ചയായിട്ടും അത് കിട്ടേണ്ടത് തന്നെയാണ്. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടണം. അത് ഇത് ശരി വെക്കുന്ന കാര്യമാണ്. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു ചെറുക്കനെ വഞ്ചിച്ച് ചതിച്ചു കൊന്നതിന് ഉത്തമമായിട്ടുള്ള ശിക്ഷ തന്നെയാണ്. വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ട, ഒരു നോ പറഞ്ഞാൽ തീരാവുന്ന കാര്യമല്ലോ ഉള്ളൂ. ഇന്നത്തെ സൊസൈറ്റിയിൽ നോ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ക്രൂവൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ചെയ്തത് വളരെ തെറ്റാണ്. ഇനി അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല. ഒരു വലിയൊരു പാഠം തന്നെയായിരിക്കും. ഇതുപോലുള്ള തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ പിന്നിലുള്ള തലമുറയ്ക്ക് അത് പ്രചോദനമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അവർക്ക് ശിക്ഷ തന്നെ കിട്ടണം. കാരണം നല്ല ചെറുപ്പക്കാരനെ അവൾ ആത്മാർത്ഥം സ്നേഹിച്ചിട്ട് അവസാനം അവനെ ചെയ്തില്ല അവൾ. അപ്പോൾ അത് നമുക്ക് ഈ ശിക്ഷ തന്നെ കിട്ടണം. അത് ചെയ്യാൻ പാടില്ലാത്തതല്ലേ അവൾ ചെയ്തത്. തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. അത് അർഹിച്ച വിധിയാണ്. ഇനിയിപ്പോൾ ഒരു സുപ്രീം കോടതി പോയി ഇനി ആ വിധി മാറ്റിയൊക്കെ എടുക്കുമെന്ന് അറിയത്തില്ല. ഇപ്പം കൊടുത്തത് നല്ലൊരു വിധിയാണ്. അർഹിക്കുന്നത് തന്നെയാണ്. അവൾക്ക് അത് തന്നെ കിട്ടണമായിരുന്നു. അവൾക്ക് അർഹിച്ച ശിക്ഷ തന്നെയാണ് കിട്ടിയത്. അദ്ദേഹം അത്ര നല്ലൊരു മനുഷ്യനെ അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ലത്. നമ്മളതിൽ വളരെ സന്തോഷമാണ്. കോടതി വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൽ നാട്ടുകാരിൽ ബഹുഭൂരിപക്ഷം പേരും ഇത് അർഹിച്ച ശിക്ഷ തന്നെയാണ് എന്ന് അവരുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ആ കോടതിയുടെ വിധിന്യായത്തിൽ പറഞ്ഞ് ഇത്ര ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ, അതും ഇത്ര ആസൂത്രിതമായ ഒരു കൊല ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു വിശ്വാസവഞ്ചന കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി പരമാവധി ശിക്ഷ നൽകിയത്.